സംസ്ഥാനത്ത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വേഗത്തിലാക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു. തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആദ്യ യോഗം 4-ന് തൃശൂരിൽ ചേരും. സ്ഥാനാർത്ഥികളുടെ സാധ്യതാ പട്ടികയും യോഗത്തിൽ തയ്യാറാക്കും. സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളും യോഗത്തിൽ പങ്കെടുക്കും. റോഷിപാലാണ് വിവരങ്ങളുമായുള്ളത്. റോഷിപാൽ, കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരുപാട് സ്ഥാനാർത്ഥി മോഹികളുണ്ട്. ലഭിക്കാത്തവർ പരസ്യമായി രംഗത്ത് വരുന്ന അടക്കം സാധ്യതയുള്ള പാർട്ടിയാണ്. വേഗത്തിൽ നടക്കുമോ ഇത്തവണ സ്ഥാനാർത്ഥി നിർണയം? സ്മൃതി, ഇത്തവണ വളരെ വേഗത്തിൽ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുകയാണ്. ഒന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതീക്ഷയുള്ള ഇടങ്ങളിലൊന്ന്. കാരണം 19 MP-മാർ UDF കേരളത്തിൽ നിന്നുണ്ട്. അതിൽ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പ്രചാരണത്തിലേക്ക് കടക്കാനുള്ള തീരുമാനമാണ്. വളരെ ചുരുങ്ങിയ ഇടങ്ങളിൽ മാത്രമാണ് കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ളൂ. അത് ഒന്ന് ആലപ്പുഴയാണ്, രണ്ടാമത്തേത് KPC അധ്യക്ഷൻ K. സുധാകരൻ മത്സരിക്കാത്തതുകൊണ്ട് കണ്ണൂരിൽ, രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തുമെന്ന പ്രതീക്ഷ തന്നെയാണ്. അത് റിസർവ്ഡ് എന്നുള്ള നിലയിൽ ആ സീറ്റിൽ സ്ഥാനാർത്ഥിയെ നിർദ്ദേശിക്കില്ല KPCC അല്ലെങ്കിൽ കോൺഗ്രസിന്റെ കേരളത്തിലെ നേതൃത്വം. ഏതായാലും നേരത്തെ ഹൈക്കമാൻഡ് KPCC അധ്യക്ഷൻ K. സുധാകരൻ ചെയർമാനായി പ്രഖ്യാപിച്ച തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ആദ്യ യോഗം അത് തൃശ്ശൂരിൽ 4-ാം തീയതി നടക്കും. 4-ാം തീയതി AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെ എത്തുന്നുണ്ട്. ആ ദിവസം തന്നെയാണ് യോഗവും നടക്കുന്നത്. രാവിലെ 10 മണിക്കാണ് യോഗം. ആ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ വരാനുള്ളത്. ഒന്ന്, ഈ സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ കൂടി യോഗത്തിൽ പങ്കെടുക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രാഥമിക പട്ടിക, അത് സാധ്യതാ പട്ടിക തയ്യാറാക്കി ഹൈക്കമാൻഡിന് സ്ക്രീനിംഗ് കമ്മിറ്റിക്ക് കൈമാറും എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ അതിവേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം കടക്കും. നേരത്തെ KPCC-യിൽ ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാകും ഇത്തരം ഒരു പട്ടിക തയ്യാറാക്കി അത് നേരിട്ട് KPCC അധ്യക്ഷനും മറ്റു നേതാക്കളും ഹൈക്കമാൻഡിനെ ഏൽപ്പിക്കുക. ഈ തവണ അതിന് പകരം സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങൾ തിരിച്ച് കേരളത്തിലേക്ക് എത്തുന്നു. അവർ നേരിട്ട് നേതാക്കളുമായി ചർച്ച നടത്തി ഒരു പ്രാഥമിക പട്ടിക തയ്യാറാക്കി അവർ മടങ്ങും. പിന്നീട് ചർച്ച ചെയ്ത് വിജയസാധ്യത, കനകോലുവിന്റെ റിപ്പോർട്ടുകൾ, ഒന്നിൽ കൂടുതൽ റിപ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട് AICC. ആ റിപ്പോർട്ടുകൾ അടക്കം പരിശോധിച്ച് വിജയസാധ്യത അനുസരിച്ച് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.